കേരളത്തിൽ അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നതാണ് ഈ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. LDFന്റെ ഒരു വോട്ടും ശ്രീ PV അൻവറിന് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കാൻ വേണ്ടി പോകുന്നില്ല. അങ്ങനെ LDFന്റെ വോട്ടുകളാണ് ശ്രീ PV അൻവറിന് ലഭിക്കുന്നതെങ്കിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പാതിരാ ചർച്ച നടത്തേണ്ടെന്നും ആവശ്യകതയില്ല. അത് UDF ക്യാമ്പിൽ ഉൾപ്പെടെ നല്ല ബോധ്യമുണ്ട്. അദ്ദേഹം ഇടതുപക്ഷം വിട്ടിട്ട് 9 കൊല്ലം നിലമ്പൂർ നിയമസഭയെ പ്രതിനിധീകരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഇവിടെ നിന്ന് ഒരു പാർട്ടി മെമ്പർ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഓഫീസ് സ്റ്റാഫുകൾ ഉൾപ്പെടെ പോയിട്ടില്ല. അപ്പോൾ അത്തരം വിഷയങ്ങളിലൊന്നും യാതൊരു വിധത്തിലുള്ള ആശങ്കയും ഇവിടെ ഇല്ല. ഇവിടെ വോട്ട് പോകുന്നത് UDFന്റെ വോട്ടുകളാണ് ശ്രീ PV അൻവറിന് പോകുക എന്നതിൽ നല്ല ധാരണ ഇവിടെയുണ്ട്. ഇവിടെ PV അൻവർ ഒന്നും ഇടതുപക്ഷത്തെ സംബന്ധിച്ചൊരു ഫാക്ടറി അല്ല. ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ച, ഞാൻ ചർച്ചയിൽ തുടക്കത്തിൽ പങ്കെടുക്കുന്നൊരു വിഷമം നേരിട്ടു. തുടക്കത്തിൽ ഇവിടെ വരുന്ന സമയത്ത് കേട്ടത് ഭരണവിരുദ്ധ വികാരം. കേരളത്തിൽ അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നതാണ് ഈ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. 2016 ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനു ശേഷം 4ാം വർഷം ഇതേ ചർച്ച കേരളത്തിൽ വലിയ രൂപത്തിൽ രൂപപ്പെടുത്തിയതാണ്. അതിനുശേഷം വർദ്ധിത ഭൂരിപക്ഷത്തോടു കൂടിയാണ് പിന്നീട് പിണറായി സർക്കാർ 2ാം തവണ അധികാരത്തിൽ വന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ മണ്ഡലത്തിലുടനീളം പ്രത്യേകിച്ച് M സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം കൂടെ പ്രഖ്യാപിച്ചതിനു ശേഷം വലിയ ആവേശകരമായ അനുഭവമാണ്. വികസന തുടർച്ചയ്ക്കാണ് ഇവിടെ വോട്ട് ചോദിക്കുന്നത്. ഇവിടുത്തെ മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കണമെന്ന ഉറച്ച പ്രഖ്യാപനമാണ് ഈ മണ്ഡലത്തിൽ ഉടനീളമുള്ളത്. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളൊരു പ്രതീതി നിർമ്മാണം മാത്രമാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 9 കൊല്ലം ഈ കേരളത്തിലെ സാധാരണപ്പെട്ട മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളിലൂടെ കേരളത്തിൻ്റെ വികസനം എന്തെന്നും കേരളത്തിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ എന്തെന്നും എല്ലാം ബോധ്യപ്പെട്ട വർഷങ്ങളാണ് കടന്നുപോയത്. PV അൻവർ ഒന്നും ഈ തെരഞ്ഞെടുപ്പിനകത്തൊരു ഫാക്ടറി അല്ല. അദ്ദേഹം ഉന്നയിക്കുന്ന അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയെ സംബന്ധിച്ചൊക്കെ നമുക്ക് കൃത്യമായ ധാരണയുണ്ടല്ലോ. അതിലൊന്നും ഞങ്ങൾക്കോ അതല്ലെങ്കിൽ ഈ മലയോരത്തെ ഒരു വോട്ടർക്കോ ഒരാശങ്കയും ഇല്ല. അദ്ദേഹമൊന്നും ഇവിടെ ശ്രീ സന്ദീപ് വാര്യർ പറഞ്ഞതുപോലെ മത്സരം UDFും LDFും തമ്മിലാണ്. അവിടെ LDFന് നഷ്ടപ്പെടാൻ ഒന്നും തന്നെ ഇല്ല. ഒരു ഇടതുപക്ഷ അനുഭാവിയും ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പ്രകടന പത്രിക കൊടുക്കാൻ വയനാട്ടിൽ നിന്നും അങ്കമാലിയിൽ നിന്നും കൊല്ലത്തു നിന്നുമൊക്കെയാണ് ആളുകൾ വന്നിട്ടുള്ളത്. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ ഒന്നും ഭാഗമായി നിൽക്കുന്ന ഒരാളും അദ്ദേഹത്തിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങളിൽ പോയിട്ടില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഒരാശങ്കയും ഇല്ല എന്ന് മാത്രമല്ല, നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ ഇവിടെ നേരിടുന്നത്. ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഫാക്ടറായിട്ട് കാലാകാലങ്ങളിൽ ഇപ്പോൾ കുറച്ചായിട്ട് ഉന്നയിക്കപ്പെടുന്നത് കഴിഞ്ഞ ചില ഉപതെരഞ്ഞെടുപ്പുകളാണ്. പാലക്കാട് ഉൾപ്പെടെയുള്ള, തൃക്കാക്കര ഉൾപ്പെടെയുള്ള UDFന്റെ സിറ്റിംഗ് സീറ്റുകൾ UDF നിലനിർത്തിയത് ഭരണവിരുദ്ധ വികാരം എന്നതുകൊണ്ടല്ല. അങ്ങനെയെങ്കിൽ ചേലക്കര വിജയിക്കണം. ചേലക്കരയിൽ ശ്രീ UR പ്രദീപ് ഇരട്ടി ഭൂരിപക്ഷത്തിലാണ്, മുൻപേ മത്സരിച്ചതിൽ നിന്ന് ഇരട്ടി ഭൂരിപക്ഷത്തിലാണ് ഇതേ സമയം ജയിക്കുന്നത്. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരത്തെ വിലയിരുത്തുന്നതിന് പാലക്കാടും തൃക്കാക്കരയും മാനദണ്ഡമാക്കുന്നതൊക്കെ വസ്തുതാവിരുദ്ധമാണ് എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളത്.